പ്രിയപ്പെട്ട PSC ഉദ്യോഗാർത്ഥികളെ, കേട്ടറ്റ് പരീക്ഷ എഴുതുവാൻ തയ്യാറായിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ സൈക്കോളജിയുടെ മറ്റൊരു വിഷയത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാ പരീക്ഷകളിലും കാണപ്പെടുന്ന കേട്ടറ്റ് 1-ലാവട്ടെ 2-ലാവട്ടെ 3-ലാവട്ടെ അല്ലെങ്കിൽ LP UP HS പരീക്ഷകളിൽ വരുന്ന ഒരു ഏരിയയാണ് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. ഇന്ന് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ക്രിയേറ്റിവിറ്റി എന്നതിന് 2 മലയാളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അതിലൊന്ന് സർഗാത്മകത എന്നാണ്, അല്ലെങ്കിൽ സർഗാത്മകത, സർഗപരത. ഈ 2 മലയാളം നിങ്ങൾക്ക് ഉപയോഗിച്ചതായി കാണാം. അതിൻ്റെ ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കും ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുവാൻ സാധ്യതയുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയുമായി ചോദിക്കാറുള്ളത്? ഒന്ന്, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ, പ്രമുഖരായ വക്താക്കൾ ആരൊക്കെയാണ്? ക്രിയേറ്റിവിറ്റിയുടെ സ്വഭാവം എന്തൊക്കെയാണ്? ക്രിയേറ്റിവിറ്റിയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ്? ക്രിയേറ്റിവിറ്റിക്ക് എന്തൊക്കെ ഘട്ടങ്ങളാണ് നാം ക്ലാസ് റൂമിൽ പാലിക്കേണ്ടത്? ക്രിയേറ്റിവിറ്റി കുട്ടികളിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നാം ഏതൊക്കെ ഗെയിമുകൾ, നമുക്ക് ഉയർന്ന ശേഷിയുള്ള ഗെയിമുകൾ നമുക്ക് ഏതൊക്കെ നൽകാം? ഇനി അവസാനമായി, ക്രിയേറ്റിവിറ്റി നമുക്ക് നിർണയിക്കുവാൻ കഴിയുമോ? നിർണയിക്കുവാനുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിവിറ്റി എന്ന് കേട്ടാൽ, സർഗാത്മകത എന്ന് കേട്ടാൽ, സർഗപരത എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട പ്രമുഖ വ്യക്തിയാണ് ഗിൽഫോർഡ്. നമ്മൾ അഹിംസ എന്ന് കേൾക്കുമ്പോൾ ഗാന്ധിജിയെ ഓർക്കാറില്ലേ? അതുപോലെ സർഗാത്മകത എന്ന് നാം കേൾക്കുമ്പോൾ ഗിൽഫോർഡിനെ നിങ്ങൾ പ്രധാന വക്താവായി മനസ്സിൽ സൂക്ഷിക്കണം. ആരൊക്കെയാണ് പ്രമുഖ വക്താക്കൾ? ഒന്ന് ഗിൽഫോർഡാണ്, രണ്ടാമത്തേത് ടോറൻസ് ആണ്, മൂന്നാമത്തേത് വല്ലാഷ് ആണ്, നാലാമത്തേത് കോഗനാണ്. ഇതിൽ ഗിൽഫോർഡും ടോറൻസും വല്ലാഷും നമ്മുടെ കാറ്റഗറി 3-ലും കാറ്റഗറി 2-ലും പ്രധാനപ്പെട്ട പ്രമുഖരാണ്. ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മനഃശാസ്ത്രജ്ഞരാണ് പെടുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട 4 പേരുകൾ: 1 ഗിൽഫോർഡ്, 2 ടോറൻസ്, 3 വല്ലാഷ്, 4 കോഗൻ. ചോദ്യങ്ങൾ വന്നേക്കാം. താഴെ കൊടുത്ത മനഃശാസ്ത്രജ്ഞരിൽ സർഗാത്മകതയുമായി ബന്ധമില്ലാത്തത്, അല്ലെ സർഗാത്മകത മേഖലയിൽ പ്രശസ്തരായത്, പെടാത്തത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗിൽഫോർഡ്, ടോറൻസ്, വല്ലാഷ്, ഗാർട്ട്നർ. ഇവിടെ ഗാർട്ട്നർ ബുദ്ധി സിദ്ധാന്തത്തിന്റെ വക്താവാണ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ വക്താവാണ്. സർഗാത്മകതയുടെ ഏരിയയിലേക്ക് അവർ പ്രധാനമായ വക്താക്കളായി എത്തിയിട്ടില്ല. ഓക്കെ, അവൻ പ്രമുഖരെ മനസ്സിലായി. ഇനി സർഗാത്മകതയുടെ സ്വഭാവം എന്തൊക്കെയാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കുക. സർഗാത്മകതയ്ക്ക് എന്തൊക്കെ സ്വഭാവങ്ങളാണ്, എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്? നോക്കൂ, ഒന്ന് സാർവത്രികമാണ്. അതിന് പ്രത്യേക ജാതിയില്ല, പ്രത്യേക ലിംഗമില്ല, പ്രത്യേക മതമില്ല, പ്രത്യേക സ്വത്വമില്ല. ആരിലും ആ സാർവത്രികമായിട്ട് സർഗാത്മകതയെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേത് വിവ്രജനമാണ്. ഈ മലയാളം കേട്ട് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. വിവ്രജനം, വ്യതിരക്തത എന്നൊക്കെ പറഞ്ഞാൽ, യുണീക്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഡൈവേഴ്സന്റ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട മലയാള പദമാണ്. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ പോകുന്നതിനെയാണ് വിവ്രജനം, വ്യതിരക്തത എന്ന് പറയുക. അപ്പം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം ആ ചിന്തയിലും ആ പ്രകടനത്തിലും
കൃത്യമായി വിവ്രജന ചിന്തയുണ്ടായിരിക്കും. മൂന്നാമത്തേത് ആത്മനിഷ്ഠമാണ്, വസ്തുനിഷ്ഠമല്ല. ഓരോരുത്തരുടെയും അനുഭവങ്ങളുടെ തീഷ്ണത അനുസരിച്ച് ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സൃഷ്ടിപരമായ സംവേദനം അനുസരിച്ചാണ് മികച്ച ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക, മികച്ച സർഗാത്മകത ഉണ്ടാവുക. അപ്പോൾ തികച്ചും ആത്മനിഷ്ഠമായിട്ടുള്ളതാണ് ക്രിയേറ്റിവിറ്റിയുടെ സ്വഭാവം. നാലാമത്തേത് എന്താണ്? ജന്മസിദ്ധമാണ്, അതേസമയം ആർജിതവുമാണ്. ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു സവിശേഷതയാണ് സർഗാത്മകത. അതേസമയം നാം ഇടപെടുന്ന പരിസ്ഥിതിയുമായി, നാം നിലനിൽക്കുന്ന ചുറ്റുപാടുമായി, നാം നിലനിൽക്കുന്ന സാംസ്കാരിക പ്രതലവുമായി, നാം നിലനിൽക്കുന്ന ആളുകളുമായി, ഇടപെടുന്ന ആളുകളുമായി ഒക്കെ ആർജിക്കുവാൻ കഴിയുന്ന ഒരു സ്വഭാവ സവിശേഷത കൂടി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കുണ്ട്. അപ്പോൾ സ്വഭാവം എന്തൊക്കെയാണ്? സാർവത്രികമാണ്, വിവ്രജനപരമാണ്, ആത്മനിഷ്ഠപരമാണ്, ജന്മസിദ്ധവും അതേസമയം ആർജിതവുമാണ്, അക്വയർഡാണ്. ഓക്കെ. അപ്പം സ്വഭാവം പ്രധാനമായിട്ടും പരീക്ഷകളിൽ പൊതുവെ കാണപ്പെടാറില്ല. എന്നാൽ കാറ്റഗറി 1നും കാറ്റഗറി 2നും 3നും ഏത് മത്സര പരീക്ഷകളിലും വളരെ പ്രാധാന്യത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇതിന്റെ ഫീച്ചേഴ്സുകളാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഫ്ലുവൻസിയാണ്, വാചാലതയാണ്. വാചാലത, ഫ്ലുവൻസി. നമ്മൾ ഒരു ചിത്രം മാത്രം വരച്ച ഒരാളെ മികച്ച ചിത്രകാരൻ എന്ന് പറയും? ഇല്ല. ഒരേ സമയം ഒന്നിലധികം പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന, ഒരേ സമയം ഒന്നിലധികം മികച്ച രചനകൾ ഉണ്ടാക്കുന്ന ആളെ നമ്മൾ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്ന് പറയാം. അപ്പൊ ക്രിയേറ്റിവിറ്റിയുടെ ഒന്നാമത്തെ സവിശേഷത ഫ്ലുവൻസിയാണ്, വാചാലതയാണ്. ഒരേ സമയം ഒന്നിലധികം പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കഴിവിനെയാണ് വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫ്ലെക്സിബിലിറ്റിയാണ്. അതിന് വഴക്കം എന്ന് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷും മലയാളവും ഉണ്ടാവും. വഴക്കം, ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്? ഒരാൾ എഴുതുന്ന, ഒരാൾ രചിക്കുന്ന, ഒരാൾ പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാകുന്നതിനെയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തനായ സംവിധായകനാണ് KG ജോർജ്. അയാൾ 19 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 19 പ്രമേയങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നാണ് സിനിമാ ലോകം പറയുന്നത്. അപ്പോൾ KG ജോർജിന് എന്തുണ്ട്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അദ്ദേഹം വഴക്കമുള്ള സംവിധായകനാണ്. അപ്പോൾ സർഗാത്മകതയുടെ രണ്ടാമത്തെ സവിശേഷതയാണ് ഫ്ലെക്സിബിലിറ്റി. ഇനി മൂന്നാമത്തെ നോക്കൂ, ഒറിജിനാലിറ്റി അല്ലെങ്കിൽ മൗലികതയെ കുറിച്ച് പറയാം. എന്താണ് ക്രിയേറ്റിവിറ്റിയുടെ സവിശേഷതയായ ഒറിജിനാലിറ്റി, മൗലികത? മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുക, എന്നിട്ട് ആരും പറയാത്ത രൂപത്തിൽ പ്രതികരിക്കുവാനുള്ള ശേഷിയെയാണ് മൗലികത എന്ന് പറയുന്നത്. ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്നാണ് എന്ന് ബഷീർ പ്രതികരിച്ചത് മൗലികതയ്ക്ക് ഉദാഹരണമായി കണക്കാക്കാം. ഇനി ഇലാബറേഷനാണ്, വിപുലീകരണമാണ്. ചെറിയൊരു ചോദകം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിശാലമായി കാണുവാനും അവതരിപ്പിക്കുവാനുമുള്ള കഴിവിനെയാണ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഉദാഹരണം നമുക്ക് പറയാം. നാട്ടിൽ ഒരു പുലി ഇറങ്ങി, ആളുകളെല്ലാം പരിഭ്രാന്തരായി. പുലിയെ പിടിക്കാൻ വന്ന ഒരാൾ പിന്നീട് നാട്ടുകാർക്ക് പുലിവാലായി. ഒരൊറ്റ ലൈനാണ്.
ലോഹിതദാസ് എന്ന മികച്ച തിരക്കഥാകൃത്ത് IV ശശി എന്ന സംവിധായകന്റെ മുന്നിൽ ഒരൊറ്റ ലൈന് കഥയാണ് പറഞ്ഞത്. ആ കഥയിൽ നിന്ന് മികച്ച പ്രമേയങ്ങളും വിശാലമായി കണ്ടുകൊണ്ട് മലയാളത്തിലുണ്ടായ സൂപ്പർ സിനിമയാണ് മൃഗയ. അതാണ് മമ്മൂട്ടിയുടെ വാറുണി. അത് ഇലാബറേഷന് ഉദാഹരണമാണ്. ഒരു ചെറിയ ചോദകത്തെ വിശാലമായി കാണുവാനും അവതരിപ്പിക്കുവാനുമുള്ള ശേഷിയെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാബറേഷൻ. അതൊരു സവിശേഷതയാണ്. അവസാനത്തത് ഡൈവേർജന്റ് ആണ്. വ്യതിരിക്തമായിട്ട് വിവ്രജനപരമായിട്ട് പോകുന്ന ചിന്തയാണ്. ഇന്നുവരെ ആരും പോകാത്ത വഴിയിലൂടെ ചിന്തിക്കുക, എന്നിട്ട് ആരും പോകാത്ത വഴിയിലൂടെ ചിന്തിച്ച് പ്രതികരിക്കുവാനുള്ള, പ്രശ്നം പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തുന്നതിനെയാണ് ഡൈവേർജന്റ് എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടൻ ചെയ്തത് അതാണ്. എത്രയോ കാലമായി ആപ്പിൾ അവിടെ വീഴുന്നുണ്ട്, എത്രയോ ആളുകൾ ആ വഴിയിൽ നടന്നു പോയിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ എന്തുകൊണ്ട് ആപ്പിൾ മേലോട്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുകയാണ്. ചിന്തിക്കുക മാത്രമല്ല, ആരും പോകാത്ത വഴിയിലൂടെ പോയി ആ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കണ്ടെത്തി. അത് ഡൈവേർജന്റ് ആണ്, വ്യതിരക്തതയാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ പ്രധാന സവിശേഷതകളിൽ പെടുന്നത് ഏതാണ് എന്ന് കൃത്യമായി നിങ്ങൾ ക്രിയേറ്റീവായി ഒരു കോഡ് ഉണ്ടാക്കി മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സവിശേഷതകൾ. ഇനി ഘട്ടങ്ങളാണ്. ഘട്ടങ്ങൾ, സർഗാത്മകതയുടെ ഘട്ടങ്ങളുടെ ക്രമീകരണം ചെയ്തു കാറ്റഗറി 1 എപ്പോഴും കാണാം. അതിന് ഘട്ടങ്ങളുണ്ട്, സ്റ്റേജസ് ഉണ്ട്. നോക്കൂ, സജ്ജീകരണം, പ്രിപ്പറേഷൻ. ആദ്യം പ്രിപ്പറേഷനാണ്. അതിനുശേഷം ഇൻകുബേഷൻ, അടയിരിക്കൽ, ഉദ്ഭവനം. കൊടുത്ത വിഷയത്തെ കുറിച്ച് ആ കുട്ടി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് കൃത്യമായ ഒരു അവസ്ഥ ഇങ്ങനെ അടയിരിക്കുക. ആ വിഷയത്തെ കുറിച്ച് ഗൂഢമായി ചിന്തിക്കുന്ന ഘട്ടമാണ് അടയിരിക്കൽ, ഇൻകുബേഷൻ. മൂന്നാമത്തേത് പ്രകാശന ഘട്ടമാണ്, പ്രധാനമാണ്. ഘട്ടങ്ങളിൽ മൂന്നാമത്തേത് ഇല്ലുമിനേഷൻ ആണ്. പ്രകാശനം എന്ന് പറയുന്നത് എന്താണ്? അതുവരേക്കും ആ വിഷയത്തെ കുറിച്ച്, ആ രചനയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന് കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടാവും, കിട്ടിപ്പോയി എന്ന രൂപത്തിൽ മുറവിളിയോടുകൂടി ആ എഴുത്തുകാരൻ, ആ കുട്ടി ആ വിഷയത്തിലേക്ക് വരും, പ്രശ്നം പരിഹരിക്കും, ആശയം വരും, എങ്ങനെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ ക്ലൈമാക്സ് വേണം. അതാണ് പ്രകാശനം, ഇല്ലൂമിനേഷൻ. അതാണ് നമുക്ക് ഗ്രീക്കിലെ ആർക്കിമിഡിസ് തന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തനിക്ക് ഉത്തരം കിട്ടിയ വഴി നിങ്ങൾക്കറിയാം. പിന്നീട് അദ്ദേഹം നഗ്നനായിട്ട് ഗ്രീക്കിന്റെ തെരുവിലൂടെ ഓടുകയാണ്, യുറേക്ക എന്ന് വിളിച്ചിട്ട്. ആ യുറേക്ക എന്നത് അദ്ദേഹം ആലോചിച്ചു കൊണ്ടിരുന്ന പ്രശ്നത്തിന്റെ ഒരു ഉൾവിളിയാണ്, ഉൾവിളി പോലെ കിട്ടിയ ഉത്തരമാണ്. അതിനെയാണ് പ്രകാശനം, ഇല്ലൂമിനേഷൻ എന്ന് പറയുന്നത്. നാലാമത്തേത് പുനർപരിശോധനയാണ്, വെരിഫിക്കേഷനാണ്. അപ്പൊ കുട്ടിക്ക് നമ്മൾ എഴുതുവാനുള്ള പേപ്പർ കൊടുക്കുന്നു, എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കുന്നു, വീഡിയോ ക്ലിപ്പുകൾ കാണിക്കുന്നു, വിഷയം കൊടുക്കുന്നു, തുടർന്ന് അതിനെക്കുറിച്ച് കുട്ടി ചിന്തിക്കുന്നു. പിന്നീട് കുട്ടിക്ക് അതിന് കൃത്യമായ പ്രശ്നം എങ്ങനെ എഴുതണമെന്നൊരു ആശയം കിട്ടുന്നു. അതിനുശേഷം നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് മികച്ച രചന അത് വിലയിരുത്തും, അത് തെറ്റുകൾ വേണേൽ തിരുത്തും, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കും, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും. ഇങ്ങനെ ഈ സവിശേഷതകളൊക്കെ പാലിച്ചിട്ട് മികച്ച രചനയാണെങ്കിൽ അതിന് മികച്ച ഗ്രേഡിംഗ് നൽകും. അപ്പോൾ 4 ഘട്ടങ്ങളാണ്: പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലൂമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ക്ലിയർ? ഇനി ചോദിക്കുവാൻ സാധ്യതയുള്ളത് ഈ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കുന്ന ഗെയിമുകളുടെ പേരാണ്, അല്ലെങ്കിൽ ചർച്ചകളിൽ ഉപയോഗിക്കുന്ന, ചിന്തകൾ ഉപയോഗിക്കുന്ന, സർഗാത്മകത വളർത്തുന്ന ചില ഗെയിമുകളുണ്ട്, ചില പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ സൈനറ്റിക്സ്, ഗോർഡൻ പ്രിൻസിന്റെ സൈനറ്റിക്സ് അതിനൊരു ഉദാഹരണമാണ്. ബ്രെയിൻ സ്റ്റോമിംഗ്, ഓസ്ബ്രോന്റെ ബ്രെയിൻ സ്റ്റോമിംഗ് സർഗാത്മകത ഉണ്ടാക്കുന്നത്. സംഘപ്രവർത്തനത്തിന് ഒരു പ്രശ്നം കൊടുത്ത് ആ പ്രശ്നത്തെ കുറിച്ച്, അതിനെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തല ചൂടാക്കുന്ന
പ്രവർത്തനങ്ങൾ, ബ്രെയിൻ സ്റ്റോമിംഗ്, ഓസ്ബ്രോൺ. പിന്നെ പാർശ്വസ്ഥ ചിന്തനമാണ് എഡ്വേർഡ് ഡിബോണയുടെ പാർശ്വസ്ഥ ചിന്തനം, ലേറ്ററൽ തിങ്കിങ് ഈ സർഗാത്മകത പോഷിപ്പിക്കുന്ന ഒരു തരം പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സൈനപ്റ്റിക്സ് ഗോൾഡൻ പ്രിൻസ് ആണ്, ബ്രെയിൻ സ്റ്റോമിംഗ് ഓസ്ബ്രോൺ ആണ്, പാർശ്വസ്ഥ ചിന്തനം ലേറ്ററൽ തിങ്കിങ്, ഡിബോണയുടെ ലേറ്ററൽ തിങ്കിങ് ഒക്കെ ഈ സർഗാത്മകതയ്ക്ക് ഉദാഹരണങ്ങൾ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് ഗെയിമുകളാവാം, ചർച്ചകളിൽ ഉപയോഗിക്കാം, എല്ലാത്തിനും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കും. അതിന്റെ പേരും അത് രൂപപ്പെടുത്തിയ ആളുടെ പേരും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രമുഖരിൽ ഈ ഗോൾഡൻ പ്രിൻസിനെയും ഓസ്ബ്രോണിനെയും ഡിബോണയും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സാധാരണയായി ചോദിക്കാറുള്ളത് ഇവരാണ്. ഇനി സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ നോക്കൂ. ഇത് കാറ്റഗറി 3 ഈ ടെസ്റ്റുകൾ സാധാരണ ഉണ്ടാവാറുള്ളത്. ഒന്ന് മിന്നസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഗിൽഫോർഡ് ഡൈവേർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്സ്, വല്ലാഷ് ആൻഡ് കോഗൻ ക്രിയേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ബേക്കർ മെത്തീസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഈ 4 ടെസ്റ്റുകൾ ഒരു കുട്ടിയുടെ സർഗാത്മകതയെ നിർണയിക്കുവാനും തിട്ടപ്പെടുത്താനും ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. അപ്പോൾ പ്രമുഖര്, സ്വഭാവം, സവിശേഷതകൾ, പ്രധാനപ്പെട്ട സർഗാത്മകത പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ഗെയിമുകൾ, അതുപോലെ ഘട്ടങ്ങൾ, ടെസ്റ്റുകൾ എല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക, ആവർത്തി വായിച്ചു നോക്കുക, പഴയ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് ഈ ഏരിയകളിലൂടെ നിങ്ങൾ കടന്നു പോകുക. ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ സർഗാത്മകമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും പഴയ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയും ആ കൃത്യമായി സർഗാത്മകമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക.